ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. അങ്കമാലി വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാളും പുതുനായരും 19-ന് തുടങ്ങും. അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാളും പുതുനായറും ഏപ്രിൽ 19 മുതൽ മെയ് 4 വരെയുള്ള തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അനുദിനം പ്രാർത്ഥിച്ചും കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയും ഇടവക സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ദൈവാനുഗ്രഹപ്രദവും മനോഹരവുമായ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇടവക ജനമെന്ന് ബസിലിക്ക റക്ടർ റവറൻ ഫാദർ ലൂക്കോസ് കൂത്തൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ നമ്മുടെ തിരുനാൾ ആഘോഷിക്കാനിട വരുന്നത് ഏപ്രിൽ മാസം 27-ഉം 28-ഉം തീയതികളിലും, എട്ടാമടും തിരുനാൾ ആഘോഷിക്കാനിട വരുന്നത് മെയ് മാസം 4-ാം തീയതിയുമാണ്. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേന പതിവ് പോലെ ദുഃഖശനിയാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നു. ഈ പള്ളിയുടെ ചരിത്രം പറഞ്ഞാൽ അതിമനോഹരമാണ്. 450 കൂടിയാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യാർത്ഥം ഒരു പുതിയ ദേവാലയം പണിയുവാനായിട്ട് സമൂഹം തീരുമാനിക്കുന്നതും ആദ്യത്തെ ദേവാലയം നിർമ്മിക്കുന്നതും. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ നമുക്കിവിടെ വിശ്വാസികളുടെ സാന്നിധ്യം അതിശക്തമായിരുന്നു കാണാൻ സാധിക്കും. അതിനുള്ള കാരണം കൊടുങ്ങല്ലൂരും പറവൂരും മലയാറ്റൂരും അങ്കമാലിയുടെ പാതയിൽ വരുന്നു. അങ്കമാലിയിൽ കൂടിയാണ് തോമാസ് ലീഹ മലയാറ്റൂർക്ക് പോയതെന്നുള്ള ആ ഒരു വലിയ ചരിത്ര സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ തിരുനാൾ പുതിയ ഞായറാഴ്ചയോട് ചേർത്ത് നിന്നുകൊണ്ട് ആഘോഷിക്കുവാനായിട്ട് വരിക. ജോബൽറ്റ് ആറ്റുപുറം ജനറൽ കൺവീനറായി 150 അംഗ കമ്മിറ്റിയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. AD 450 സ്ഥാപിച്ച അങ്കമാലി പള്ളിയിൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതുനായറിനോടനുബന്ധിച്ച് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പതിവ് ആദ്യകാലം തൊട്ട് നിലനിന്നിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ വിശ്വാസികളുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് അങ്കമാലി. വിശുദ്ധ തോമാസ് ലീഹയുടെ മലയാറ്റൂരിലേക്കുള്ള സഞ്ചാരപാതയാണ് അങ്കമാലി എന്നതാണ് പ്രാധാന്യം. മലയാറ്റൂർ വിശുദ്ധ തോമാസ് ലീഹയുടെ മധ്യസ്ഥം തേടി പോകുവാൻ ആദ്യം അങ്കമാലി പള്ളിയിൽ വന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ സന്നിധിയിൽ അടിമയിരിക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. വടി എഴുന്നള്ളിക്കലാണ് പ്രധാന നേർച്ച. ദൂരദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ ധാരാളം എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്കമാലി വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പള്ളി. ഈ വർഷം തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജനറൽ കൺവീനർ അറിയിച്ചു. കിഴക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ഹോർമീസ് ദേവാലയത്തിൽ ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാവിലെ കൊടി ഉയർത്തും. ബസിലിക്ക ദേവാലയത്തിൽ ഏപ്രിൽ 26 ശനിയാഴ്ച വൈകിട്ട് കൊടി ഉയർത്തും. ഏപ്രിൽ 27 പുതുനായറിലും ഏപ്രിൽ 28 വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാൾ ദിനത്തിലും രാവിലെ മുതൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അടിമ വീക്കുവാനും വടി എഴുന്നള്ളിക്കാനും അവസരം ലഭിക്കും. തിരുനാളിന്റെ അങ്ങാടി പ്രദക്ഷിണം ഏപ്രിൽ 27 ഞായറാഴ്ചയും ആഘോഷമായ പ്രദക്ഷിണം ഏപ്രിൽ 28 തിങ്കളാഴ്ചയുമാണ്. പ്രദക്ഷിണങ്ങളിൽ നോമ്പ് നോക്കി, നിയോഗം വെച്ച്, കുട, കുരിശ് എന്നിവ വഹിക്കുന്ന പതിവും ഈ തിരുനാളിന്റെ പ്രത്യേകതയാണ്. വാദ്യമേളങ്ങളും ശിങ്കാരിമേളങ്ങളും ടാബ്ലോകളും നിറഞ്ഞ പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഈ വർഷത്തെ തിരുനാളിന്റെ മോടി കൂട്ടുന്നതിനായി ഏപ്രിൽ 29 മുതൽ മെയ് 2 വരെ വൈകിട്ട് വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട്. പത്രസമ്മേളനത്തിൽ ഡോക്ടർ റവറൻ ഫാദർ ലൂക്കോസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ ആൻസൺ നെടുമ്പറമ്പിൽ, ഫാദർ ജെൻസ് പാലച്ചുവടിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോബൽറ്റ് ആറ്റുപുറം, ട്രഷറർ പോളച്ചൻ ഇടശ്ശേരി, ജോയിന്റ് കൺവീനർ KT കോക്കൽ, സെക്രട്ടറി സുനിൽ ചെറുമടത്തിൽ, വൈസ് ചെയർമാൻ ബാസ്റ്റിൻ D പാറയ്ക്കൽ, കൈക്കാരന്മാരായ ഷാൻഡു പടിയാറ്റിൽ, ദിൻസ് പാറോക്കൽ, വിവിധ തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ റിൻഡോ ഡേവിസ്, ജിബി വർഗീസ്, ഷെറിൻ കാക്കനാടൻ, ബാബു മഞ്ഞളി, ജെസ്സി ജോസ്, വീന മാർട്ടിൻ, ആൽബർട്ട് ഇരുമ്പൻ, ജാർവിൻ കല്ലേലി, ബിജു വർഗീസ്, ജിജു മുണ്ടാടൻ എന്നിവർ പങ്കെടുത്തു. വലിയൊരു പ്രോഗ്രാം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാനാജാതി ആൾക്കാരും സംബന്ധിക്കുന്ന പെരുന്നാളായതുകൊണ്ട് അതിവിപുലമായി തന്നെ നമ്മൾ ഈ വർഷവും ആഘോഷിക്കുന്നുണ്ട്. ആട്ടം കലാസമിതിയുടെ ഒരു പ്രോഗ്രാം കൂടി ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 28-ാം തീയതി പട്ടണ പ്രദക്ഷിണം വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെ നമ്മൾ. ന്യൂസ് ബ്യൂറോ, കാലടി.